ഹലോ ഗൈസ്, വെൽക്കം ടു മേക്ക് സ്റ്റുഡിയോ. ബാറ്റിങ്ങിന് അനുകൂലമായ രാജ്കോട്ടിൽ ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോൾ ശൈലിയെ തകർത്തു തരിപ്പണമാക്കിക്കൊണ്ട് ചരിത്ര ജയം നേടിയെടുത്തിരിക്കുകയാണ് രോഹിത് ശർമ്മയുടെ ടീം ഇന്ത്യ. 434 റൺസിനായിരുന്നു ആതിഥേയരുടെ മികച്ച വിജയം. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ മാർജിനിലുള്ള ഒരു വിജയം തന്നെയാണ്. ഇംഗ്ലണ്ടിനെ എതിരെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടറായിട്ടുള്ള രവീന്ദ്ര ജഡേജയാണ്. ആദ്യ ഇന്നിങ്സിൽ ഒരു മികച്ച സെഞ്ചുറി നേടുകയും രണ്ടാം ഇന്നിങ്സിൽ 41 റൺസ് മാത്രമടങ്ങി 5 വിക്കറ്റുകൾ നേടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യശസ്വി ജയ്സ്വാളിൻ്റെയും ശുഭ്മാൻ ഗില്ലിൻ്റെയും സർഫറാസ് ഖാൻ്റെയും ഒക്കെ ഇന്നിങ്സുകൾ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. രണ്ടാം ഇന്നിങ്സിൽ മികച്ച ഒരു ഡബിൾ സെഞ്ചുറി ജയ്സ്വാൾ കുറിച്ചിട്ടുണ്ടായിരുന്നു. 236 പന്തിൽ നിന്ന് 214 റൺസുമായി താരം പുറത്താവാൻ നിൽപ്പുണ്ടായിരുന്നു. ഒപ്പം ശുഭ്മാൻ ഗില്ലിൻ്റെ ഇന്നിങ്സും 9 റൺസ് മാത്രം അകലെയായിരുന്നു. അദ്ദേഹം സെഞ്ചുറിയിൽ നിന്ന് വഴുതി വീണ് 91 റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഡെബ്യൂ മാനായിട്ടുള്ള കഴിഞ്ഞ മത്സരത്തിൽ ഈ ടെസ്റ്റിൽ ഡെബ്യൂ മാനായിട്ട് ഇറങ്ങിയ സർഫറാസ് ഖാൻ ആദ്യ ഇന്നിങ്സിലും പോലെ തന്നെ രണ്ടാം ഇന്നിങ്സിൽ ഒരു മികച്ച അർദ്ധ സെഞ്ചുറി കുറിച്ചിട്ടുണ്ടായിരുന്നു. 68 റൺസ് അടുത്താണ് താരം പുറത്തായില്ല. അതിനു മുമ്പ് ഇന്ത്യ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ ശരിക്കും ആർക്കും പിടിച്ചു നിൽക്കാൻ പോലും പറ്റിയില്ല. അവരുടെ ടോപ്പ് മിഡിൽ ഓർഡർ ബാറ്റിംഗ് തന്നെ വൻപൻ പരാജയം തന്നെയായിരുന്നു. മാർക്ക് വുഡാണ് 15 പന്തിൽ 33 റൺസ് എടുത്ത അവരുടെ പേസ് ബൗളർ മാർക്ക് വുഡാണ് ഇംഗ്ലണ്ടിൻ്റെ നിരയിലെ ടോപ്പ് സ്കോറർ. ഒപ്പം ടോം ഹാഡ്ലി 36 പന്തിൽ 16 റൺസും എടുത്തിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി രവീന്ദ്ര ജഡേജ 5ഉം കുൽദീപ് യാദവ് 2 വിക്കറ്റും ജസ്പ്രീത് ബുംറ 1 വിക്കറ്റും നേടിയിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ട് നിരയിൽ ടോം ഹാഡ്ലി, റെഹാൻ അഹമ്മദ് എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ടായിരുന്നു. ചരിത്ര ജയം തന്നെയാണ് രാജ്കോട്ടിൽ ഇന്ത്യ നേടിയെടുത്തിട്ടുള്ളത്. ഒപ്പം 5 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ നിലവിൽ ഇന്ത്യ ലീഡ് ചെയ്യുകയാണ്. 2-1 ലീഡ് ചെയ്യുകയാണ്.